ശരി വിജയൻ, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് സംസാരിക്കുന്നു. പ്രതികരണത്തിലേക്ക്. പരാമർശമുണ്ടായിരുന്നത് യൂറോളജി വകുപ്പിൽ നിന്ന് ഉപകരണം കാണാതെ പോയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അതിന്റെ മുന വരുന്നത് ഡോക്ടറിലേക്കാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ഇല്ല, അതിലൊന്നും കുഴപ്പമില്ല. അതെല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുന്നതാണ്. അതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ വർഷം ഓഡിറ്റിംഗ് കഴിഞ്ഞ സാധനങ്ങൾ. താങ്കൾ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് ഉദ്ദേശിച്ചത്. കാരണം കാണിക്കൽ നോട്ടീസിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് മന്ത്രി അങ്ങനെ പറയുന്നത്. അല്ല, അതറിയില്ല. അതെന്തായാലും അവര് ഓഡിറ്റ് ചെയ്യുന്നതല്ലേ. എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണ്. ഈ കഴിഞ്ഞ വർഷം ഓഡിറ്റ് കഴിഞ്ഞ ഡോക്ടറുടെ കാലത്താണോ, ഡോക്ടർ ഈ മേധാവി ആയതിനു ശേഷമാണോ ഈ ഉപകരണം കാണാതാവുന്നത്? അല്ല, അങ്ങനെ ഉപകരണം കാണാതായിട്ടൊന്നുമില്ല. അവിടെ ഉപകരണം കാണാതായ ഉപകരണം ഉപകരണ ഭാഗം കാണാതായി ഇല്ല. അങ്ങനെ ഉപകരണ ഭാഗങ്ങളും കാണാതായിട്ടൊന്നുമില്ല. ഇല്ല, കാണാതായിട്ടില്ല. ഇല്ലില്ല, മോസിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. വിദഗ്ധ സമിതിക്ക് അങ്ങനെ ഇതാന്ന് അത് മുഴുവൻ നോക്കാനുള്ള സമയം അവർക്ക് മന്ത്രി പറയുന്നത് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന 20 ലക്ഷം രൂപ ചെലവഴിച്ച് തിരുവനന്തപുരം എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണം അതിന്റെ ഒരു ഭാഗം കാണാനില്ല എന്നാണ് പറയുന്നത്. വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രിയാണ് പറയുന്നത്. മന്ത്രി അങ്ങനെ അത്തരത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അത് കാണാതായിട്ടില്ല എന്ന് മന്ത്രി കള്ളം പറയുകയാണോ ഇപ്പോൾ? അല്ലാതെ ഒന്നാമത്തെ കാര്യം അത് 20 ലക്ഷം രൂപ എന്നുള്ളത് അങ്ങനെയില്ല. അത് 14 ലക്ഷം രൂപ 14 ലക്ഷം രൂപയുടെ സാധനമാണ്. അതിനകത്ത് എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. അതിനകത്ത് അത് ഇടയ്ക്ക് അത് പിന്നെ കളക്ടർ ഓഫീസിലൊക്കെ അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്താണ് അദ്ദേഹത്തിന്റെ ശശി തരൂർ ബഹുമാനപ്പെട്ട എംപിയുടെ ഫണ്ടിൽ നിന്ന് എടുത്താണ്. അതിന്റെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് വിദഗ്ധ സമിതിക്ക് ഇതെല്ലാം ഒരുപാട് എക്യുപ്മെന്റ്സ് ഉള്ളതാണല്ലോ. അത് മൊത്തം പരിശോധിക്കാനൊന്നും അവർക്ക് സമയം കിട്ടിക്കാണത്തില്ല. ഉണ്ടല്ലോ, ഉണ്ട്. ഒരു ഉപകരണ ഭാഗവും വകുപ്പിൽ തന്നെ ഉണ്ട്. വകുപ്പിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ളതാണ്. ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടുവരുത്തി എന്നുള്ള കാര്യങ്ങൾ കൂടി വിദഗ്ധ സമിതി പറഞ്ഞിട്ടുണ്ട്. അത് തനിയെ കേടുവരില്ല, കേടുവരുത്തി എന്നുള്ളത്. അങ്ങനൊന്നും വിദഗ്ധ സമിതി പറയാൻ ഒരു സാധ്യതയില്ല. വിദഗ്ധ സമിതി അങ്ങനൊന്നും പറയാനുള്ള ഇല്ല, അങ്ങനെ പറയാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ആരോപണമൊക്കെ വന്നിരുന്നു. അതിന്റെ വലിയ വിദഗ്ധമായ എൻക്വയറി കമ്മിറ്റി പല മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയർമാർ ഉൾപ്പെടെ നടത്തി അതിന്റെ എൻക്വയറി റിപ്പോർട്ട് കൊടുക്കുകയും DMEക്ക് കൊടുക്കുകയും ചെയ്തു. അതിനകത്തൊന്നും അങ്ങനെ കേടാക്കിയെന്നോ ഒന്നുമില്ല. ഇല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ആരോപണം ഇന്ന് വരെ വന്നിട്ടില്ല. ആകെ ഒരു ആരോപണമേ വന്നിട്ടുള്ളൂ. ആ ആരോപണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഡോക്ടർ ഇത്രയും പറഞ്ഞിട്ടും ഡോക്ടറിനെതിരെ, അതായത് ആദ്യഘട്ടത്തിൽ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാട് മന്ത്രി സ്വീകരിച്ചു. പിന്നീട് ഇന്ന് മന്ത്രിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഡോക്ടറിലേക്ക് എല്ലാ മുനകളും ഒരു ചൂണ്ടുന്ന രീതിയിലാണ്. ഡോക്ടറിന്റെ ഒരു ഉത്തരവാദിയാണ്, അത്ര നിഷ്കളങ്കനല്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മന്ത്രി നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സാധൂകരിക്കേണ്ടത്, അത് അങ്ങനെയല്ല എന്നുള്ളത് അല്ലെങ്കിൽ തിരുത്തി പറയണ്ടേ? അല്ല, അങ്ങനെയല്ല. ഞാനെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആക്ഷനൊന്നുമില്ല. എനിക്ക് ഇത് എൻക്വയറിയുടെ ഒരു ഭാഗമായിട്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. മെമ്മോയിൽ പോലും അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. വളരെ ചെറിയ സർക്കാരിന്റെ ചട്ടവിരുദ്ധം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അതിനൊരു വിശദീകരണം കൊടുത്താൽ മതി എന്നാണ് എനിക്ക് കിട്ടിയത്. ഇല്ല, ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറയത്തില്ല. മന്ത്രി മാത്രമല്ല, മന്ത്രിയുടെ സ്റ്റാഫും ഒക്കെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത്. എനിക്ക് എന്റെ പേരിൽ ആക്ഷനൊന്നും ഉണ്ടാവില്ല. മന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു ഉപകരണം കാണാതെയായി, ഉപകരണ ഭാഗം കാണാതായിട്ടുണ്ട് എന്നതിനത് വളരെ വ്യക്തമായിട്ടുള്ള ബൈറ്റായിരുന്നു. ഉപകരണ ഭാഗം കാണാതായിട്ടുണ്ട്, അതിൽ അന്വേഷണം നടത്തും. ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തിയില്ലെങ്കിൽ പോലീസിലേക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കും എന്നാണ് മന്ത്രി പറഞ്ഞത്. അങ്ങനെ സംഭവമേ ഇല്ല. അല്ലാതെ ഏത് അന്വേഷണം നടക്കട്ടെ, ബോധ്യത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനൊന്നുമില്ല. ഉണ്ട്, ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എന്റെ എല്ലാ ഉപകരണങ്ങൾക്കും എനിക്കാണ് ഉത്തരവാദിത്വം. അതിൽ ഡോക്ടർ പറയുന്നു കൃത്യമായി എല്ലാ വർഷവും ഓഡിറ്റ് നടത്തുന്നുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ വകുപ്പ് മേധാവി എന്ന നിലയിൽ താങ്കൾക്കറിയാം ആ വകുപ്പിൽ ഏതൊക്കെ ഉപകരണങ്ങളുണ്ട് ഇല്ല എന്ന്? തീർച്ചയായിട്ടും അറിയാം. താങ്കൾ ഇപ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞു ഓസിലോസ്കോപ്പ് അവിടെ ഉണ്ട്, എല്ലാം ഏതെങ്കിലും ഉപകരണങ്ങൾ കേടാക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് മന്ത്രി അങ്ങനെ പറയുന്നത്? ശരിയായി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് അവിടെ ഉള്ളതെങ്കിൽ, ഓസിലോസ്കോപ്പ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രി അങ്ങനെ പറയുന്നത്? അതറിയില്ല. അങ്ങനെയാണ് ഞാൻ ആ വാർത്ത കേട്ടതുമില്ല. അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. അല്ല, അന്നും അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് വിദഗ്ധ സമിതിയിലെന്നോ ഒന്നാമത്തെ കാര്യം, അവർക്ക് ഇത് മൊത്തം നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇത് ഓപ്പറേഷൻ തിയേറ്ററിന് അകത്തിരിക്കുന്ന സാധനമാണ്. അവർക്ക് അതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഇത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്
2 ദിവസങ്ങളിലാണ് എൻക്വയറി നടന്നത്. അവർക്ക് ഇതിനകത്തൊന്നും കയറാനോ ഒന്നും അകത്ത് ചെക്ക് ചെയ്യാനോ ഒന്നും യാതൊരു തരത്തിലുള്ള സാവകാശവും കിട്ടിയില്ല, അതിനുള്ള അനുവാദങ്ങളും ഇല്ല. അവർ അതിനല്ല വന്നതും. വിദഗ്ധ സമിതിക്ക് അങ്ങനെ അകത്ത് കയറി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളോ അതിന്റെ ഭാഗങ്ങളോ ഒന്നും പരിശോധിക്കാനുള്ള ഒരു സമയവും കിട്ടിയിട്ടില്ല. അവരങ്ങനെ ചെയ്തിട്ടുമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡോക്ടർ മേധാവിയായിട്ട് വന്നിട്ട് ഇപ്പൊ 1 കൊല്ലം അല്ലേ? അപ്പൊ അതിനു മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപകരണ ഭാഗം കാണാതെ പോയതോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഡോക്ടർ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു ആരോപണം ഒരിക്കൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒരു ജൂനിയർ ഡോക്ടർക്കെതിരെ എഴുതി കൊടുത്ത പരാതിയാണത്. ഒരു ഉപകരണം മനഃപൂർവ്വം കേടാക്കി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിന് ഉള്ള എഴുതി കൊടുത്തതാണ്. അത് പിന്നെ അത് വലിയ സീരിയസ് ആയിട്ട് എൻക്വയറി ഒക്കെ നടത്തി. അതിനകത്തൊന്നും ഒരു വസ്തുവില്ല. അതായത് ഇപ്പോൾ ഈ പിന്നെ എങ്ങനെയാണ് ഈ 10 വർഷങ്ങൾക്ക് ശേഷം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതായത് ഉപകരണം ഇല്ല എന്ന്? വിദഗ്ധ സമിതിയിലെ റിപ്പോർട്ടില്ലാത്ത അങ്ങനെ ഇല്ല. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. അത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ആർക്കും കാണിച്ചിട്ടില്ല. അത് ഇനിയിപ്പോൾ ഞാൻ അത് RTI വഴി അത് എടുത്തിട്ട് ഞാൻ അതിൻ്റെ തൊണ്ടെങ്കിൽ പിന്നെ പറയാം എന്താണെന്നുള്ളത്. എനിക്ക് തന്ന മെമ്മോയിൽ അങ്ങനെ ഡോക്ടർ മറുപടി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ മറുപടി നൽകും. അത് കുറച്ച് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ, 1-2 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അത് എഴുതി കൊടുക്കാവുന്ന ചെറിയ കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അതിനകത്ത് വേറെ തെറ്റുകളൊന്നും ചെയ്തില്ല. ചട്ടവിരുദ്ധത എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മാധ്യമങ്ങളെ കാണുന്നത് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ചട്ടവിരുദ്ധതയാണ്. അതിന് ചെറിയ നടപടികളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വലിയ സംഘടനകൾ നമ്മുടെ സംഘടനയ്ക്ക് പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അവർക്ക് എന്റെ സത്യസന്ധത അവർക്കറിയാം. അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർ തരും. ഡോക്ടറുടെ വ്യക്തതയ്ക്ക് വേണ്ടി വീണ്ടും ചോദിക്കുകയാണ്, അതായത് ഉപകരണം വകുപ്പിൽ തന്നെയുണ്ട്, ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രി ഇങ്ങനെ പറയുന്നത്? എങ്ങനെയാണ് വിദഗ്ധ സമിതി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ആ ചോദ്യം ആവർത്തിക്കാണല്ലോ. വിദഗ്ധ സമിതിക്ക് അങ്ങനെ ഉപകരണങ്ങൾ പരിശോധിക്കാനുള്ള സാവകാശമില്ല. ഒരുപാട് ഒരു ഓപ്പറേഷൻ അങ്ങനെ സമിതി റിപ്പോർട്ട് കാണട്ടെ, കണ്ടിട്ട് ഞാൻ അതിന് നല്ല ആൻസർ പറയാം. ഞാൻ അതിങ്ങനെ അതാണ് ഒരു ഉപകരണം കേടായി എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. മനഃപൂർവ്വം കേടാക്കി എന്ന് പറഞ്ഞ പത്രങ്ങളിലൊക്കെ അത് വലിയ വാർത്തകളൊക്കെ ആയിരുന്നു. അത് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. അതിനെപ്പറ്റി അത് ആലപ്പുഴയുള്ള ഒരു പ്രൊഫസർ, പിന്നെ ആലപ്പുഴയുള്ളൊരു ബയോമെഡിക്കൽ എഞ്ചിനീയർ, ഇവിടുത്തെ ബയോമെഡിക്കൽ എഞ്ചിനീയർ, അങ്ങനെ വലിയ 3 സംഘ സമിതി അന്വേഷിച്ച് അത് കണ്ടെത്തി. അതിനകത്ത് അങ്ങനെ അതൊന്നും മനഃപൂർവ്വം കേടാക്കിയതൊന്നുമല്ല. അത് അവരുടെ കമ്പനിയുടെ തന്നെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരുന്നു. അത് കമ്പനിക്കാർ കണ്ട് നന്നാക്കി തിരിച്ചുകൊണ്ട് തരികയും ചെയ്ത് അത് ഉപയോഗിക്കുന്നു. ഇല്ല, അങ്ങനൊന്നും. അതിപ്പോ 1 വർഷത്തിന് മുമ്പ്, ഞാൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആകുന്നതിന് മുമ്പ് നടന്ന ആ സംഭവമാണ്. അത് പിന്നീട് അതിന് ശേഷമൊക്കെ അതിന്റെ എൻക്വയറി തെളിവെടുപ്പും അതിന്റെ റിപ്പോർട്ട് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ഭാഗമാണ്. അപ്പൊ അതിനെനിക്ക് അറിയാം. അല്ല, അപ്പൊ ഈ ഉപകരണ ഭാഗം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ഉപകരണ ഭാഗം കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞുള്ള അത് വെറും ആരോപണം മാത്രമാണ്. അത് വെറും ആരോപണങ്ങൾ മാത്രമല്ല. ഇതൊക്കെ ഈ എല്ലാ ആരോപണങ്ങളുടെയും പുറത്ത് എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിനകത്തൊന്നും അങ്ങനെയൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു കാര്യം കൂടെ ഡോക്ടർ ചോദിച്ചോട്ടെ, അതായത് ഇപ്പം മന്ത്രി തന്നെ മാധ്യമങ്ങൾ, അതായത് ഡോക്ടറുടെ മെമ്മോയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ എത്തുന്നത്. ആ മാധ്യമങ്ങളോട് മന്ത്രി ഒരു വെളിപ്പെടുത്തൽ പോലെ പറയുകയാണ്, അവിടെ ഒരു ഉപകരണം കാണാതെ പോയിട്ടുണ്ട്, അത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒരു ഉപകരണം. അപ്പോ അതൊരു ഡോക്ടറെ ഒരു ഇരുട്ടത്ത് നിർത്തുന്ന ഒരു മറുപടിയല്ലേ? അല്ല, അത് ഞാൻ ഒന്നാമത്തെ കാര്യം അത് വാർത്ത കേട്ടില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഇതൊന്നും കാണാനുള്ള സമയമേ കിട്ടിയില്ല. പിന്നെ എന്താണ് എന്ത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞതെന്നുള്ളത് നോക്കിയാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ.